എന്തിനാണ് അങ്ങ് എന്നെ വിളിപ്പിച്ചത്? ഫാദർ കുര്യാക്കോസ്, എന്താണ് പുതിയ വിശേഷങ്ങൾ? പള്ളിക്കൂടത്തിലുള്ള പദ്ധതികൾ എവിടെ വരെയായി? താങ്കളുടെ സേവനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിനെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പള്ളിക്കൂടത്തേക്ക് എല്ലാ തരത്തിലുള്ളവരെയും അനുവദിച്ചെന്ന് ഞാൻ കേട്ടു. അതേ പിതാവേ, അടിച്ചമർത്തപ്പെട്ടവർക്കും അകറ്റി നിർത്തപ്പെട്ടവർക്കും അത്താണിയായ നമ്മുടെ ഗുരു യേശുക്രിസ്തുവാണ് എന്റെ നായകൻ. ഒരു സമൂഹത്തിന്റെ വികസനത്തിനും ഉയർച്ചയ്ക്കും എല്ലാവിധ സാമൂഹിക തിന്മകൾ തച്ചുടയ്ക്കുവാനും നീതി വിജയിക്കുവാനും വിദ്യാഭ്യാസം മാത്രമാണ് ഏകവഴിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ, അതിനായി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? എന്താണ് അച്ഛാ ഭാവി പരിപാടികൾ? പിതാവ്, നമ്മുടെ പള്ളികളോടനുബന്ധിച്ച് എല്ലായിടത്തും വിദ്യാലയങ്ങൾ തുടങ്ങണം. പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ. നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുവാൻ അതുവഴി നമുക്ക് സാധിക്കും. അത് വളരെ നല്ലൊരു ആശയമാണ്. അത് തുടങ്ങിയാൽ കേരളം വളരെ പെട്ടെന്ന് തന്നെ വിദ്യാസമ്പന്നമാണ്. എല്ലാ പള്ളികളിലും തുടങ്ങാൻ കർശന നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരും. അതെ, അതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് എത്രയും വേഗം പള്ളികളിലും അവിടുത്തെ പുരോഹിതന്മാർക്കും നൽകുന്നതാണ്. അതേ പിതാവേ, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ ജാതി വിവേചനം അതുണ്ടാകാൻ പാടില്ല. സവർണരും കൊട്ടാരവും അതിന് സമ്മതിക്കുമോ? പിതാവേ, അതിനായി നമ്മൾ ഉറച്ചു നിൽക്കണം. എല്ലാ മനുഷ്യരും ഒരേ സ്വർഗീയ പിതാവിൽ നിന്നുള്ളവരാണ്. നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ജാതി വ്യവസ്ഥകളും ഉച്ചനീചത്വങ്ങളും വർണ്ണവിവേചനവും എല്ലാം മാറേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ തുടക്കമാകണം നമ്മുടെ പള്ളിക്കൂടം എന്ന ആശയം. ഈ പട്ടിണി പാവങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ വരിക? പണി ചെയ്തില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? അതിന് എല്ലാ പള്ളിക്കൂടങ്ങളിലും ഉച്ചഭക്ഷണം തികച്ചും സൗജന്യമായി നൽകാം. ഉദാര മനസ്കരായവരിൽ നിന്ന് നമുക്ക് പിന്തുണ ലഭിക്കാതിരിക്കുകയില്ല. ശരിയാണ് ഫാദർ. ബിഷപ്പ് ഹൗസിൽ നിന്ന് അനുമതിയും പിന്തുണയും ഞാൻ നൽകുന്നു. നിങ്ങളുടെ സേവനങ്ങളിൽ സ്വർഗീയ പിതാവ് കൂട്ടായിരിക്കട്ടെ. പിതാവേ, നന്ദി.